അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇതോടെ CPI-യുടെ വരി ഉടയ്ക്കണം, അതില്ലാതാക്കണം, നാണം കെടുത്തി ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അവരുടെ മിണ്ടാട്ടം മുട്ടിക്കണം. CPI ഇടതുപക്ഷ മുന്നണി വിട്ട് പുറത്തു പോവുകയില്ലെന്നാണ് CPM-ന്റെ വിചാരം. അപ്പൊ അവരെ അവിടെ ഇട്ട് ശരിപ്പെടുത്തണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അടുത്ത കഴിയുമ്പോൾ കണ്ണൂരിൽ സീറ്റൊക്കെ ചോദിക്കും. ഇവ കാഞ്ഞങ്ങാട് കഴിഞ്ഞാല് നാദാപുരവും കഴിഞ്ഞാൽ പിന്നെ CPI-യുടെ കൊടി കാണണമെങ്കിൽ പട്ടാമ്പിയിൽ എത്തണമെന്നാണ് ഓർമ്മ. ഇടയ്ക്ക് വേറെ മണ്ഡലങ്ങളുണ്ടോ എന്ന് ഇപ്പൊ ഓർമ്മയിൽ കിട്ടുന്നില്ല. അപ്പൊ അടുത്ത തവണ അങ്ങ് വടക്കൻ മലബാറിന്റെ കുറച്ചുകൂടെ പ്രാതിനിധ്യം വേണമല്ലോ CPI-ക്ക്, അതൊക്കെ ചോദിക്കും, മനസ്സിലായില്ലേ? പിന്നെ ഇവന്മാർക്കൊരു തോന്നലുണ്ട്, ഇടതുപക്ഷ മുന്നണിയിലെ എന്തോ തിരുത്തൽ ശക്തിയാണ്, കുറെ കാലം സഹിച്ചു, എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചതാ. അങ്ങനെ തിരുത്തൽ ശക്തി കളിക്കൊന്നും വേണ്ട ഇടതുപക്ഷ മുന്നണിയിൽ CPI, മനസ്സിലായില്ലേ? ഉള്ള കഞ്ഞി കുടിച്ചോണ്ട് തൊഴുത്തിന്റെ മൂലയിലെങ്ങാനും കഴിഞ്ഞോണം, ചിലപ്പോ ചവിട്ടി തേക്കും, അതൊക്കെ സഹിച്ചുകൊണ്ട് കിടന്നോണം. അതാണ് CPI-യെ കേരള സമൂഹത്തിന് മുമ്പിൽ ഒന്നുമല്ലാതാക്കുക. അതാണ് MP ഗോവിന്ദൻ മാഷ് ചോദിച്ചത്, എന്ത് CPI, എന്തോന്ന് CPI എന്ന്.